ഇപ്പോൾ എറിയെന്നും പറഞ്ഞിട്ട് കല്ലും കൊണ്ട് നിൽക്കുന്നത് നമ്മളെ ഹസ്ബൻഡാണ് കേട്ടോ. എന്നെ എറിയാനല്ല, നമ്മുടെ മാവിലെ മാങ്ങ എറിഞ്ഞ് വീഴ്ത്താനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഭയങ്കര ഉന്നാണ് ആൾക്ക്. ഞാൻ എപ്പോഴും പറയും, ഞാനൊരു മാങ്ങ എടുക്കാൻ പറഞ്ഞാൽ അപ്പോൾ ആ ഒരു മാങ്ങ എന്നെ എറിഞ്ഞ് വീഴ്ത്താറുണ്ട്. അപ്പോൾ നല്ല പുളിയമാങ്ങയാണ്, നമുക്ക് എന്തായാലും പഴുപ്പിക്കാൻ പറ്റൂല. അപ്പോൾ നമുക്ക് മീൻകറിയിലോ അല്ലെങ്കിൽ അച്ചാറിടാനോ ഒക്കെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരെണ്ണ എറിഞ്ഞ് വീഴ്ത്താനുള്ള ശ്രമത്തിലാണ് ഹസ്ബൻഡ്. അതിൻ്റെ ഇടയിൽ നമ്മൾ പച്ചക്കറിത്തോട്ടം കണ്ടാലോ, ചീര ഇലയുണ്ട്, പിന്നെ റംബുട്ടാൻ്റെ മരമാണ് കേട്ടോ ആ ചെറുത്. ഇത് വഴുതനങ്ങ. നമ്മൾ മിക്ക അടുക്കളത്തോട്ടത്തിലും കാണുന്ന ഒരേ ഒരു നന്നായിട്ട് വിളവെടുക്കുന്ന ഒരു കൃഷിയാണ് വഴുതനങ്ങ. നമ്മളെ വീട്ടിൽ നമ്മൾ അല്ലറ ചില്ലറ വളമൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന ആ ജൈവവളം ഉപയോഗിച്ചിട്ടുള്ള പച്ചക്കറിയും പിന്നെ കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറിയും തമ്മിലുള്ള രുചി വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. നമ്മളെ കിച്ചണിൽ, അതായത് നമ്മളെ അടുക്കളത്തോട്ടത്തിൽ ഉണ്ടാക്കുന്ന പച്ചക്കറിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. നമ്മളെ വീട്ടിലെ പച്ചക്കറിത്തോട്ടത്തിലെ പച്ചക്കറികളൊക്കെ കഴിച്ച് നോക്കുമ്പോൾ അറിയാം പച്ചക്കറി എത്രത്തോളം നാടൻ രുചിയാണ് അതിൽ നിന്ന് കിട്ടുന്നതെന്ന്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തക്കാളിയാണ് കേട്ടോ. കടയിൽ നിന്ന് വാങ്ങുന്നതല്ല, നമ്മളെ വീട്ടിലുണ്ടായ തക്കാളിയാണെങ്കിൽ ഭയങ്കര രസമാണ് പച്ചക്ക് കഴിക്കാൻ. പിന്നെ നമ്മളെ വീട്ടിൽ ഒരൊറ്റ ചീരമരേ ഉള്ളൂ. ആ ഒരു ചീരമരത്തിൽ നിന്നാണ് നമ്മൾ റമദാനിൽ അത്തായത്തിനൊക്കെ താളിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരുന്നത്. മാഷാ അല്ലാ. പിന്നെ എന്താ, നമ്മളെ വീട്ടിൽ കുറച്ച് കറിവേപ്പ് മരമുണ്ട്. പിന്നെ ഉമ്മ സൂക്ഷിച്ച് പരിപാലിച്ച് വളർത്തുന്ന മുല്ലമരങ്ങളും ഉണ്ട് കേട്ടോ. ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് മുല്ലപ്പൂവ്. രാത്രിയിലെ മുല്ലമുട്ടിൻ്റെ ചന്തം കാണാൻ പ്രത്യേക ഒരു രസമല്ലേ ഗൈസ്. കുമ്പളം കുത്തിയ മത്ത മുളക്കൂല എന്നൊക്കെ പറയണേ കേട്ടിട്ടുണ്ട് ഗൈസ്. പക്ഷേ ഞങ്ങളെ തോട്ടത്തിൽ രണ്ടും കൂടെ ഒരുമിച്ച് പന്തലിക്കുന്നുണ്ട്. എന്താ ഒന്ന് കണ്ടറിയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ട്ടാ.